ഒരു പരിച്ഛേദം പോലെ തെരഞ്ഞെടുപ്പിന്റെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ പരിഹരിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. SDP-യുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബാന്ധവത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളടക്കം BJP പരിപൂർണമായി എങ്ങനെ മാറ്റി നിർത്താമെന്നുള്ളതിൻ്റെ നമ്മൾ ഒരുപാട് ഉദാഹരണം കണ്ടു. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. 30 ഇടങ്ങളിൽ ഉണ്ടായിരുന്നിടത്ത് 17 ഇടത്തും CPM ആണ് വിജയിച്ചത്, LDF ആണ് വിജയിച്ചത്. അത് വരാനിരിക്കുന്ന ഈ വർഷം അവസാനത്തോടെ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പുതിയ ചിഹ്നമാണെന്നും അതിനൊരു ട്രയൽ ആണെന്നും അവിടെ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം പ്രത്യേകിച്ച് വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉൾച്ചേർന്നിരിക്കുകയാണ്. 30 സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 17 എണ്ണം LDF വിജയിച്ചു. 12 ഇടത്താണ് UDF-ന് ജയിക്കാനായത്. BJP-ക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. ഇവിടെ 7 മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇതിൽ ജയിച്ചതും തോറ്റതുമായ എണ്ണം അല്ല ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. മറിച്ച് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ചില വാർഡുകളിൽ ചില സ്ഥലത്ത് SDP-ക്ക് ജയിക്കാനായി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് 465 വോട്ട് ലഭിച്ച വാർഡിൽ ഇപ്രാവശ്യം കോൺഗ്രസിന് 148 വോട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം 363 വോട്ട് ലഭിച്ച SDP-ക്ക് ഇത്തവണ 674 വോട്ട് കിട്ടി. അത് UDF-ന്റെ നല്ല രീതിയിലുള്ള വോട്ട് മാറ്റം SDP-ക്ക് അനുകൂലമായി മാറ്റി എന്നുള്ളതാണ് ഗൗരവമുള്ള പ്രശ്നം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 279 വോട്ടാണ് കിട്ടിയിരുന്നത്. ആ വോട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ച് 448 വോട്ടാക്കി ഉയർത്തി. ഞങ്ങളുടെ വോട്ട് പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. മുഴുവൻ വോട്ടും കോൺഗ്രസിന്റെ വോട്ടാണ്. കോൺഗ്രസ് ജയിച്ച വാർഡിൽ SDP-യെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ ന്യൂനപക്ഷ വർഗീയ വിഭാഗം ഭീകരവാദം കോൺഗ്രസും ലീഗും ഉൾച്ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന നില ഉണ്ട് എന്ന് അതിന്റെ സൂചനയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇത് വെച്ച് കണക്ക് വെച്ച് കൂട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ധരിക്കേണ്ടിയില്ല. നിങ്ങളുടെ തന്നെ കുളം തോണ്ടുന്ന വർഗീയ കൂട്ടുകെട്ടായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒരു കൂട്ടുകെട്ട് ഒരു ഭാഗത്ത് BJP-യുമായിട്ട് ചേരുന്നു, വേറൊരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SDP-യും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേരുന്നു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം വാർഡും ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ 2020 408 വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു. ഇപ്രാവശ്യം ആ വോട്ട് 277 വോട്ടാണ്.
വോട്ടായിട്ട് ചുരുങ്ങി. ഏതെങ്കിലും ഒരു വർഗീയവാദികൾ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്ന നിലയാണ് ഈ ശ്രീവരാഹം വാർഡിലും ഉണ്ടായത്. നാനൂറ്റി വോട്ട് 277 വോട്ടാക്കി. കോൺഗ്രസിന് കുറഞ്ഞ വോട്ട് ബിജെപിയുടെ വോട്ട് വർധനവായിട്ട് മാറി. ഇത് നേമത്തും അതുപോലെ തന്നെ തൃശൂരും. നേമം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ മുൻ ഒ രാജഗോപാലിന്റെ വിജയവും ഇപ്രാവശ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരുള്ള സുരേഷ് ഗോപിയുടെ വിജയവും ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു രൂപം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് വോട്ട് മാറ്റുന്ന ചിത്രം ഇതിന്റെ ഭാഗമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2020 തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുത്ത സീറ്റാണ് ഇത്. അതൊരു അട്ടിമറി വിജയം നടത്താൻ ബിജെപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഈ പ്രതികൂല സാഹചര്യത്തിൽ ബിജെപി കോൺഗ്രസ് ഐക്യം രൂപപ്പെടുത്തിയിട്ടും 1358 വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നേടാനായി എന്നുള്ളത് വളരെ വലിയ നേട്ടമാണ്. എല്ലാ അർത്ഥത്തിലും നല്ല വിജയമാണ് അവിടെ കരസ്ഥമാക്കാൻ സാധിച്ചത്. ബിജെപി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ തകർത്തുകൊണ്ട് LDF ആ സീറ്റ് നിലനിർത്തി. കരുനാഗപ്പള്ളിയാണ് വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്ന 2 വാർഡുണ്ടായിരുന്നത്. അവിടെ പാർട്ടിയാകെ വലിയ രീതിയിൽ പ്രതിസന്ധിയാണ്, തകർച്ചയാണ് എന്നെല്ലാം നടന്ന പ്രചരണത്തിന് ചുട്ട മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നല്ല വോട്ട് വിഹിതത്തോടെ അവിടെ 2 സീറ്റും ജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാസർഗോഡ് ജില്ലയിലെ 2 സീറ്റിൽ എതിരില്ലാതെ ജയിച്ച 2 സീറ്റ് കൂടി ചേർത്തുകൊണ്ട് വേണം ഈ 30 സീറ്റിനെ കാണാൻ. അതിന്റെ കണക്ക് നമ്മൾ എടുത്തിട്ടില്ല. എന്നാലും വോട്ട് വീതം LDFന് ഈ 28 സീറ്റിന്റെ മാത്രം കണക്ക് നോക്കുമ്പോൾ തന്നെ 44% വോട്ട് വീതം ലഭിച്ച സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. UDFന് 37%, BJPക്ക് 16% വോട്ട് വീതം എന്ന് കാണാം. ഒരു പരിച്ഛേദം പോലെ തെരഞ്ഞെടുപ്പിന്റെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ പരിഹരിച്ചത്.